എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമുക്ക് പാലും അതുപോലെ തന്നെ മിൽമയുടെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സുമാണ് നമുക്ക് ആവശ്യം. ഈ ഇൻസ്റ്റൻറ്റ് പാലട മിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട. ഇത് പഞ്ചസാരയൊക്കെ അടക്കാണിത് മിക്സ് ചെയ്ത് വന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ വേറെ ഏതെങ്കിലും അട വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അട വേറെ വേവിക്കണം, പിന്നെ അത് കഴുകി വാര വെക്കണം. ഇത് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഏത് കൊച്ചു കുട്ടികൾക്കും ഇത് ചെയ്യാൻ പറ്റും. അതായത് പാല് തിളയ്ക്കുമ്പോൾ ഇത് അതിലേക്കിട്ട് വേവിച്ചെടുക്കേ വേണ്ടൂ. ഇത് പൊട്ടിച്ചിടുമ്പോൾ തന്നെ പായസത്തിൻ്റെ നല്ലൊരു മണം തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടു, പിങ്ക് കളറാണ് ഇതിന്. പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ല പിങ്ക് കളറിലുള്ള ടേസ്റ്റുള്ള പായസം കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ആവശ്യമുണ്ട്. അതായത് 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കത്തിക്കണം. അതിനുശേഷം അതിലേക്ക് നമുക്ക് 1 ലിറ്റർ പാല് ആഡ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 400 ml വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എങ്കിലാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ ലൂസായിട്ടുള്ള നല്ലൊരു പായസം കിട്ടുക. അതിനായിട്ട് 400 ml വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ആ തിളച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ പാലട മിക്സ് ഇതിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അതിനായിട്ട് നമുക്ക് ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ തീ കത്തിക്കാൻ, തീ കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായി തിളച്ച് വന്ന് തുടങ്ങി. നമുക്ക് 1 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് പാലട മിക്സ് ആഡ് ചെയ്യാം. പല വട്ടമായിട്ട് വേണം നമുക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഇട്ട് ഇളക്കി പിന്നെ ഇട്ട് ഇളക്കി നമുക്കിതൊന്ന് ഇതിലേക്ക് യോജിപ്പിക്കാം. അങ്ങനെ എല്ലാം ഇട്ട് കഴിഞ്ഞു. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റൊക്കെ വേണ്ടി വരും ഇത് വേവാനായിട്ട്. അതുവരെയ്ക്കും നമുക്ക് ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലിടാം. അതായത് ഇപ്പോൾ തിളച്ച് പോവൊന്നുമില്ല. പിന്നെ ഈ ഉരുളി ഇത്തിരി വലിപ്പമുള്ളത് കൊണ്ട് പോകാനും വഴിയില്ല. അത് കഴിഞ്ഞ് സ്വല്പം നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയത്തിലേക്ക് നമുക്ക് മാറ്റാം. നമുക്ക് കണ്ടിന്യൂവേഷനായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ് എടുക്കാം. അതിന് പാട കെട്ടാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാട കെട്ടി കഴിഞ്ഞാൽ പായസത്തിൻ്റെ ടേസ്റ്റ് പോവും. അതാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. വറ്റി കുറുതായി തുടങ്ങി. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ നേരത്തെ ഇതിൻ്റെ വേവ് ഒന്ന് നോക്കാം. ഒരു സ്വല്പം കൂടെ വേവാനുണ്ട്. അതായത് ഒരു 3-4 മിനിറ്റും കൂടെ നേരം ഇതിൽ കിടന്നിട്ടൊന്ന് വേവണം. നമുക്കതിനായിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇത് ഏത് ചെറിയ കൊച്ചു, നമ്മൾ പറയില്ലേ ഗ്യാസ് അടുപ്പ് കത്തിക്കാൻ അറിയുന്നവർക്ക് എന്ന് പറയണ പോലെ, ഇത് അങ്ങനെ അറിയുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. വളരെ എളുപ്പമാണ്. വേറെ ഇതൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. നമ്മളിപ്പം മധുരം കുറവുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താണെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് മധുരം കറക്റ്റ് ടേസ്റ്റുമാണ് പായസമായി കിട്ടുമ്പോൾ ഇതിനുണ്ടാവുക.
റെഡിയായി. പായസം വെന്ത് കറക്റ്റായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇനി ഈ അവസ്ഥയിൽ വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിടാനായിട്ട്, എങ്കിലാണ് തണുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഞാൻ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇത് ഓഫ് ചെയ്തിട്ടാലും തണുക്കണ വരയ്ക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മേലെ പാട കിട്ടും. പാട കിട്ടിയ പായസത്തിൻ്റെ ടേസ്റ്റ് പോവും. നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് വന്ന് ഇറക്കി വെക്കണം. ഇറക്കി വെച്ചതിന് ശേഷവും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാറ്റണം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയുടെ ഒന്നും ആവശ്യമില്ല, അതുപോലെ നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ നെയ്യ് ഒഴിക്കണില്ല, പക്ഷേ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വെറുതെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇതില്ലെങ്കിലും ഇത് വളരെ ടേസ്റ്റാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID-യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.